256 GB നമ്മുടെ S25 Ultra വേറെ ലെവൽ പ്രൈസ് തന്നെയാണ്. എനി കളർ ഏത് കളറും ഗ്രേ കളർ വയലറ്റ് കളർ ആൻഡ് ബ്ലാക്ക് കളർ ഒക്കെ ഒരേ പ്രൈസാണ്. സാംസങ് ഉണ്ട്, ഹോണർ ഉണ്ട്, പിന്നെ മോട്ടറോള, ഓപ്പോ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസും നമ്മുടെ ഉണ്ടാവും. സ്റ്റോക്ക് ഉണ്ട് സാധനം. ആപ്പിൾ വാച്ച് സീരീസ് 10 44mm എയർപോർട്ട് പ്രോ 2 വരുന്നുണ്ട്, എയർപോർട്ട് 4 വരുന്നുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡും കവറും അതിൻ്റെ കൂടെ കൊടുക്കും. അത് നോർമലി നമ്മൾ പറയുന്നതാണ്. കൂടാതെ നമുക്ക് മാക്ബുക്ക് ആയാലും അതുപോലെ തന്നെ ഐപാഡ് ആയാലും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതായത് A to Z അവൈലബിൾ ഉണ്ട്. ഐപാഡ് എയർ ഉണ്ട്, ഐപാഡ് പ്രോ ഉണ്ട്, മാക്ബുക്ക് എയർ ഉണ്ട്, മാക്ബുക്ക് പ്രോ ഉണ്ട്. എല്ലാ മോഡലും നമ്മുടെ അവൈലബിൾ ആണ്. ഹലോ മച്ചാവരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രത്യേകത തോന്നുന്നുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മളെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്, ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഷെയ്ക്ക് വരുന്നുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റീൻ്റെ ഇഷ്യൂ അല്ല, നല്ല ഷെയ്ക്ക് വരുന്നുണ്ട്. കാരണം ഞാൻ എക്സ്ട്രാ ഗിംബലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതാണ് നമ്മൾ നിക്കോണിൻ്റെ Z50 ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി എന്താ ചെയ്യുക, അതായത് എല്ലാവരും കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ അതായത് നമ്മുടെ DJIൻ്റെ Osmo Pocket 3 ഞാൻ പർച്ചേസ് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ. അതും ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കാണാത്തൊരു ഷോപ്പാണ് നല്ലത്, പക്ഷേ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഷോപ്പാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സ്ക്രീൻ ഫോക്കസ് ആണ് ഇത്. കംപ്ലീറ്റ് ഇവർ അതായത് ഇൻറ്റീരിയറൊക്കെ മാറ്റി കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഫുള്ള് ലോഗോയും ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് കേട്ടോ. ഞാൻ തന്നെ വന്നപ്പോൾ ശരിക്കും കിളി മാറി. കാരണം നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ എടുക്കുമ്പോൾ വൈഡായിട്ട് വേറെ ലെവലുണ്ട്. അലി ബ്രോ, അസ്സലാമു അലൈക്കും. കൈസാ ആഫ്റ്റർ ലോങ് ടൈം. ഓക്കെ, പിന്നെ നമ്മുടെ യൂസർ സെക്ഷനാണ് അത്. അസ്സലാമു അലൈക്കും ഹബീബി. നൈസ്. കണ്ടില്ലേ, കംപ്ലീറ്റ് ഇതൊക്കെ ആദ്യമൊക്കെ നമുക്ക് ഇവിടെ ഭയങ്കര ഡാർക്കായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ലൈറ്റിംഗ് അച്ചായ ബത്ത് അച്ചായ. ഓക്കെ, പിന്നെ ഇത് പെർഫ്യൂമിൻ്റെ സെക്ഷനാണ്. പിന്നെ നമ്മുടെ ഇഷാം ബ്രോ അവിടെ ഉണ്ട്. ഇഷാം ബ്രോ ഒരു ഹായ്. കണ്ടില്ലേ, ഇത് പെർഫ്യൂം. ഓക്കെ, നമ്മുടെ അർഷാദ് ബ്രോ, അസ്സലാമു അലൈക്കും ഹബീബി. കണ്ടില്ലേ, വേറെ ലെവൽ ലുക്ക്. ഇനി ഔട്ട് എന്താ പാടുന്ന അറിയില്ല. ഔട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. സാമ്പ കിടിലൻ ലുക്ക്. അപ്പോൾ നമുക്കിന്ന് നല്ല കിടിലൻ പ്രൈസുമായിട്ട് വന്നാലോ? ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് നാട്ടിൽ പോയി വന്നതിന് ശേഷം. ഫസ്റ്റ് നമുക്ക് എന്ന് തുടങ്ങണ്ടേ? സാംസങ് ഇന്ന് തുടങ്ങണ്ടേ? കിടിലൻ പൊട്ടിക്ക. ആ 256 GB 512. ഓക്കെ, ഏത് കളറും. ഓക്കെ, ആ 3075 റംസിന് 256 GB നമ്മുടെ S25 Ultra വേറെ ലെവൽ പ്രൈസ് തന്നെയാണ്. ഏത് കളർ എടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് 512 GB. ആ 3850. ഓക്കെ, അടുത്ത് പിന്നെ നമ്മൾ പറയുന്നതൊക്കെ S25 Ultra പറയുമ്പോൾ TDR വേർഷൻ ഉണ്ട് അല്ലേ? TDR വേർഷൻ അല്ല നമ്മളിതൊക്കെ നോർമലി. ആ, അതായത് നമുക്ക് 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം പ്രൈസ് വ്യത്യാസം ഉണ്ടെന്ന്. കാരണം നല്ലോണം പ്രൈസ് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ബർദുബായ് മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണും സാംസങ്ങും ഒക്കെ നമുക്ക് ഭയങ്കര വില കുറവിൽ കിട്ടുന്നൊരു മാർക്കറ്റാണ്. അടുത്ത് നമുക്ക് S24 Ultra. അതെ. പിന്നെ ഞാൻ ഒരൊറ്റ മൈക്കേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ഈ ഒരു DJIൻ്റെ മൈക്കാണ്. അപ്പോൾ എൻ്റെ വോയിസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള അറിയില്ല. അർഷാദ് ഖാൻ്റെ വോയിസ് കറക്റ്റ് കിട്ടും. കാരണം അർഷാദ് ഖാൻ്റെ വോയിസ് അല്ല നമുക്ക് വേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി അത് പ്രശ്നം തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടിടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് 2630. 2630. എനി കളർ ഏത് കളറാണ്. ഗ്രേ കളർ വയലറ്റ് കളർ ആൻഡ് ബ്ലാക്ക് കളർ ഒക്കെ ഒരേ പ്രൈസാണ്. ഓക്കെ, അടുത്തായിട്ട് ഫോൾഡ് 6ൻ്റെ TDR ഉണ്ട്, വിത്തൗട്ട് TDR ഉണ്ട്. അതിൽ TDR ആകുമ്പോൾ 4400 ദിർഹംസിന് കൊടുക്കാം നമുക്ക്. 4400 എനി കളർ. ഓക്കെ, വിത്തൗട്ട് TDR ആകുമ്പോൾ നമുക്ക് 4050 കൊടുക്കാം. 350 ദിർഹംസിന് വ്യത്യാസമുണ്ട്. പക്ഷേ TDRയും വിത്തൗട്ട് TDR ആണ്. അതായത് നമുക്ക് വാറണ്ടി ഉള്ളതും വാറണ്ടി ഇല്ലാത്തതും. അതെ, നിങ്ങൾക്ക് മനസ്സിലാവും. വിത്തൗട്ട് TDR ആകുമ്പോൾ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവില്ല, പക്ഷേ പ്രൈസ് കുറവുണ്ടാവും. പക്ഷെ ഒക്കെ നമുക്ക് സാംസങ്ങിൻ്റെ ജെന്യൂൻ പാർട്സ് തന്നെയാണ്, ജെന്യൂൻ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കണ്ട. അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡിലോട്ട് വരുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൽ സാംസങ് ഉണ്ട്, ഹോണർ ഉണ്ട്, പിന്നെ മോട്ടറോള, ഓപ്പോ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസും നമ്മുടെ ഉണ്ടാവും. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിന് നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ? ഇല്ല, അതെല്ലാം നോർമൽ റേഞ്ചാണ്. 4 GB മുതൽ 8 GB റാം അങ്ങനത്തെ നോർമൽ ആൻഡ്രോയിഡ് ഫോൺസ് എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഐഫോൺ ഇപ്പോൾ എന്താ അവസ്ഥ? ഐഫോൺ 16 Pro Max 4200 ദിർഹംസ്. 4200. TDR ഉണ്ട്, 2 ഫിസിക്കൽ സിം കാർഡ് ഉള്ളതുണ്ട്, ഹോങ്കോങ് ചൈന വെർഷൻ ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്?
രണ്ടും ഒരേ പ്രൈസ് തന്നെ 4200 നമുക്ക് ഏതെടുത്താലും നമുക്ക് ജപ്പാൻ ഒരേ പ്രൈസ് വരുന്നുണ്ട്. ഒരേ പ്രൈസ് തന്നെ. ജപ്പാൻ ഇപ്പോൾ ഇല്ല, TDR ആണുള്ളത്. അത് 1 ഫിസിക്കൽ സിം കാർഡ് 1 eSIM കാർഡ് ആയിരിക്കും. ജപ്പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം പ്രൈസ് ആണ്. സെയിം പ്രൈസ് തന്നെയാണ്. US എന്നോട് അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. കാരണം US അവസ്ഥ എന്താണ്? ഇപ്പോൾ റേറ്റ് കുറവ്. US കുറവാണ്. 3900 256 GB കിട്ടും. രണ്ട് eSIM കാർഡ് ആയിരിക്കും. രണ്ട് eSIM കാർഡ്. അതെ. ഓക്കെ. US വേണം. ഞാനൊക്കെ നാട്ടിൽ US ആണ് കേട്ടോ കൊണ്ടുപോയത്. കാരണം നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം, യാതൊരു ടെൻഷനും. 16 Pro Max തന്നെ 2 eSIM കാർഡാണ്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷന് പോയപ്പോൾ പോലും ഞാനൊരു US എടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ US എടുത്തോളില്ല. ഓക്കെ. യാതൊരു ടെൻഷനും ഇല്ല. പ്രൈസ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ US എടുക്കാം. അതല്ല നിങ്ങൾക്ക് പ്രൈസ് നിങ്ങളെടുത്ത് കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ TDR ജപ്പാൻ ഏതായാലും എടുക്കാം. പിന്നെ US ആകുമ്പോൾ 2 ഫിസിക്കൽ സിം ആവും. ഓക്കെ. അടുത്ത നമുക്ക് 16 Pro. 16 Pro. 16 Pro എങ്ങനെ പ്രൈസ് ആണ്? 16 Pro 256 GB, അതുപോലെ തന്നെ TDR ഉണ്ട്, ഹോങ്കോങ് ചൈന വേർഷൻ ഉണ്ട്. ഹോങ്കോങ് ചൈനയിൽ 2 ഫിസിക്കൽ സിം കാർഡ്, മറ്റേതിൽ 1 ഫിസിക്കൽ eSIM കാർഡ്. ഓക്കെ. 256 GB 3825 കൊടുക്കുക TDR. ഓക്കെ. ഇതാകുമ്പോൾ 3725 കൊടുക്കുക. 100 ദിർഹംസിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഹോങ്കോങ് ഇപ്പോൾ കൂടി കുറവാണ്. ആ, ഹോങ്കോങ് ചൈനയാണ്, CH ആണ്. ഓക്കെ. അതാകുമ്പോൾ 3725. TDR ആകുമ്പോൾ 3825. അടുത്തത് നമുക്ക് നമ്മൾ പറയുന്നൊക്കെ പ്രോ അല്ലേ പറയുന്നത്? 16 Pro 128 GB, അതുപോലെ തന്നെ 128 GB TDR ആകുമ്പോൾ 3450 കൊടുക്കുക. ഹോങ്കോങ് CH ആകുമ്പോൾ 3200 കൊടുക്കുക. 3200 പ്രൈസ് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൽ മറ്റേതാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ US ഉണ്ടായാലും US ഇല്ല അതിൽ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അടുത്ത് നമുക്ക് 16 പ്ലസ് ഉണ്ട് നിലവിൽ. 16 ഉണ്ട്, 128 GB 16. ഓക്കെ. ഇന്ത്യൻ സ്പെക്കാണ് വരുന്നത്. 2550 എനി കളർ. ഓക്കെ. അപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്ന ടെൻഷൻ വേണ്ടല്ലേ? ഇന്ത്യൻ സ്പെക്കാണ്. ഓക്കെ. ഇന്ത്യൻ സ്പെക്കാണ്. അതിൽ 256 GB വരും. 2975. ഓക്കെ. ഇനി അടുത്ത നമുക്ക് മതിപ്പോ നമ്മളിൽ ഏതെങ്കിലും US സ്പെക്ക് ഉണ്ടെങ്കിൽ അതിന് പ്രൈസ് US സ്പെക്ക് ഇല്ല, ഉള്ളത് പ്രൈസ് കുറവായിരിക്കും. 200 ദിർഹംസിലെ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിന് എടുക്കാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അതായത് US എടുക്കാൻ വേണ്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ 16 പിന്നെ 15 ഉണ്ട്, 16E ഉണ്ട്. അടുത്തത് നമുക്ക് 15 ഉണ്ടാവും. ഓൺലി 15 സീരീസ്. 15 സീരീസ് ആകുമ്പോൾ 128 GB 2250. ഓക്കെ. ഓക്കെ. ഇതിൽ 15 Pro Max ഉണ്ട് നമ്മുടെ കയ്യിൽ. 15 Pro Max ആകുമ്പോൾ 256 GB വരും, 3850. ഇതിപ്പോൾ സ്റ്റോക്ക് വരുന്നതോ? സ്റ്റോക്ക് ഉണ്ട് സാധനം. ആ, അത് ജപ്പാൻ സ്പെക്ക് കിട്ടും നിങ്ങൾക്ക്. ജപ്പാൻ സ്പെക്കില്ല. ഇനി അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് എയർപോർട്ടും, അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ വാച്ചും. ആപ്പിൾ വാച്ച് ഒക്കെ എന്താ അവസ്ഥ? ആപ്പിൾ വാച്ച് സീരീസ് 10 44mm 1250 കൊടുക്കുക. GPS 1250. 44. ഇതാകുമ്പം എയർപോർട്ടിൽ എയർപോർട്ട് Pro 2 വരുന്നുണ്ട് 685. എയർപോർട്ട് 4 വരുന്നുണ്ട്. രണ്ട് മോഡലുണ്ട് അതിൽ. ഒരു മോഡലാകുമ്പോൾ നോൺ ആക്റ്റീവ്, ഇതാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. അതാകുമ്പോൾ 420 വരും. ഇതിൽ ANC ഉള്ളതാകുമ്പോൾ 590 വരും. ഓക്കെ. രണ്ട് മോഡലുണ്ട് അതിൽ. എയർപോർട്ട് 4. നമുക്ക് ആപ്പിൾ വാച്ചിൽ വേറെ ഏതെങ്കിലും സീരീസ് ഉണ്ടോ? ആപ്പിൾ വാച്ചിൽ പഴയ സീരീസ് ഉണ്ട്. നമ്മുടെ അടുത്ത് സീരീസ് 9 ഉണ്ട്. പിന്നെ സീരീസ് 9ൽ 40 ഉണ്ട്, 46 എല്ലാ മോഡലും ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് മാക്ബുക്ക് ആയാലും അതുപോലെ തന്നെ iPad ആയാലും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതായത് A to Z അവൈലബിൾ ഉള്ള iPad Air ഉണ്ട്, iPad Pro ഉണ്ട്, മാക്ബുക്ക് Air ഉണ്ട്, മാക്ബുക്ക് Pro ഉണ്ട്. എല്ലാ മോഡലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്യാൻ നോക്കുക അല്ലേ? യെസ്. മാക്സിമം നിങ്ങൾ കോൾ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര്, അതായത് നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അതായത് വാട്സപ്പ് കോൾ ഇത് കിട്ടുന്നില്ലാറുണ്ട്. വാട്സപ്പ് കോൾ നമുക്ക് ദുബായിൽ നിലവിൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് വാട്സപ്പ് കോൾ കിട്ടാത്തത്. എല്ലാം നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് കോൾ ചെയ്യുക. ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത് റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടാം. ഇല്ല, കൃത്യമായിട്ട് കൊടുക്കും നമ്മൾ റിപ്ലൈ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ വരുന്ന മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്ത പ്രൈസ് ഡെയിലി ഇങ്ങനെ കുറഞ്ഞും കൂടിയിരിക്കും. അപ്പോൾ നിങ്ങൾ വരുന്ന ടൈമിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ കുറയാൻ ചിലപ്പോൾ കൂടാം. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ കാർഡും കവറും അതിൻ്റെ കൂടെ കൊടുക്കും. അത് നോർമലി നമ്മൾ പറയുന്നതാണ്, കൊടുക്കും ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു. അസ്സലാം.